ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ്. അതായത് ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടു കാണും. അതായത് ചൈന ഇന്ത്യൻ ബോർഡറിന്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു ഡാം നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡാം കൊണ്ട് ഇന്ത്യയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടാൻ പോകുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റി തന്നെ ഇത് വലിയ രീതിയിൽ പ്രശ്നമാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ചൈന എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡാം നിർമ്മിക്കുന്നത്, ആ ഡാം കൊണ്ട് ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇതുകൊണ്ട് എത്രമാത്രം അഫക്റ്റ് ആവും. ഈ 4 കാര്യത്തിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് തന്നെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ഡാം എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇതേ ചൈനയിൽ തന്നെയാണ്. അതായത് 3 ഗോർജസ് ഡാം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡാം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭൂമി ചുറ്റുന്നതിന്റെ അതിന്റെ സ്പീഡ് തന്നെ മില്ലി സെക്കൻഡിലായിട്ട് കുറഞ്ഞതായിട്ട് പറയുന്നു. കാരണം അത്രമാത്രം വലിയൊരു ഡാമാണ് ചൈന നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ പടി, അതിനെക്കാട്ടിലും ഒരു പടി മേലെയുള്ള ഏറ്റവും വലിയൊരു ഡാമാണ്, ഇന്ത്യയിലെ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ആ ഒരു നദി ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പുള്ള ആ ഒരു സ്ഥലത്താണ് ഈ ഡാം നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഈ ഒരു നദി എടുത്തു നോക്കുകയാണെങ്കിൽ ടിബറ്റിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അത് അങ്ങനെ ടിബറ്റിലൂടെ അങ്ങനെ ഒഴുകി ഒരു യു ടേൺ എടുത്തിട്ടാണ് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിൽ വന്ന് അത് അവിടെ നിന്ന് ബംഗ്ലാദേശിലോട്ട് കടന്ന് അങ്ങനെ ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലോട്ട് കിടക്കുന്നതിനോട് നിങ്ങൾക്ക് മാപ്പ് അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ ആ ടേൺ ആ ഒരു സ്ഥലത്താണ് ചൈന ഈ ഒരു ഡാം നിർമ്മിക്കാൻ പോകുന്നതായിട്ട് പ്ലാനുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി ചൈന ഇച്ചിരി എമൗണ്ട് ഒന്നും അല്ല സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. 137 ബില്യൺ ആണ്. അതായത് 1 ബില്യൺ എന്ന് പറയുന്നത് ഏകദേശം 8500 കോടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 137 ബില്യൺ എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു എമൗണ്ട് ആണ്. നമ്മളൊന്ന് ഊഹിച്ചു നോക്കാവുന്നതിനെക്കാട്ടിലും അത്ര വലിയൊരു എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്താൽ മതിയോ? ഇതിനായിട്ട് ലേബേഴ്സ് അങ്ങനെ കുറേയധികം പ്രോസസ് ഉള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത്രയധികം കോടികൾ ചൈന ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചൈനയ്ക്ക് എന്ത് ലാഭമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ചൈന പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ചൈന പ്രധാനമായും പറയുന്നത് അവരുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഈ ഒരു ഡാം അവർ നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 300 ബില്യൺ കിലോ വാട്ട് ഇലക്ട്രിസിറ്റി ഒരു വർഷം അവർക്ക് നിർമ്മിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാം എന്ന് പറയുന്ന വളരെ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആ വെള്ളത്തിന്റെ പ്രഷർ കൂടുതലാണ്. അങ്ങനെ പ്രഷർ കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപാദനം വളരെ സുലഭമായി കിട്ടുന്നതാണ്. ഇതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇത് മാത്രമല്ല, അവർ മുന്നേ പറഞ്ഞല്ലോ 3 ഗോർജസ് എന്ന് പറയുന്ന ഡാം, ആ ഡാമിനെക്കാട്ടിലും 3 ഇരട്ടി എങ്ങാനും കൂടുതൽ ഇലക്ട്രിസിറ്റി ഈ ഡാമിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റി മാത്രമല്ല ഈ ഒരു ന്യൂസ് വായിക്കുന്ന എല്ലാ ഇന്ത്യൻസിനും അറിയുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്ക്. ചൈന എല്ലാ ബോർഡറുകളിലും ഇങ്ങനെ ചെറിയ ചെക്ക് ഡാമുകൾ തുടങ്ങിയ ഡാമുകളെല്ലാം നിർമ്മിച്ചു വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത സമയത്തെല്ലാം അത് അഴിച്ചു വിട്ടുകൊണ്ട് അതിർത്തി സംസ്ഥാനങ്ങൾ, ഇന്ത്യന്റെ മറ്റു രാജ്യങ്ങളിലായിക്കോട്ടെ അവിടെയുള്ള സംസ്ഥാനങ്ങളിലോട്ടെല്ലാം തന്നെ ഈ വെള്ളം അങ്ങ് തുറന്നു വിട്ടുകൊണ്ട് അത് മൊത്തം ഫ്ലഡ് ആക്കലാണ് ചൈനയുടെ സ്ഥിരം പരിപാടി. അത് തന്നെയാണ് ഇവിടെ നമ്മളും വലിയൊരു ഭീഷണിയായി കരുതുന്നത്. ഈ ഒരു ഡാം നിർമ്മിക്കുന്ന കൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ പറഞ്ഞല്ലോ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു നദിയാണ്. അപ്പോൾ ആ ഒരു നദി കാരണം ഇന്ത്യക്ക് ഈ ഒരു ഡാം നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ടും ചൈനയ്ക്ക് അവിടെ നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വേണ്ടപ്പോൾ മാത്രം തുറന്നു വിട്ടാൽ മതി. ആവശ്യമില്ലാത്ത സമയത്ത് അത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ അവിടെയുള്ള അഗ്രികൾച്ചർ സെക്ടർ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ആവും. ഇത് ഒന്നാമത്തെ കൺസേൺ ആയി നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ കൺസേൺ ബംഗ്ലാദേശിനാണ് ഉള്ളത്. ഈ അരുണാചൽ പ്രദേശിലൂടെ പോകുന്ന ഈ ഒരു നദി കറങ്ങി അത് ബംഗ്ലാദേശിലോട്ട് പോകുന്നു. ബംഗ്ലാദേശിന് ഏറ്റവും സോഴ്സ്ഫുള്ളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു നദി ഇത് തന്നെയാണ്. ആ ഒരു നദി അവസാനം ബേ ഓഫ് ബംഗാളിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു നദി ഇല്ല എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും അവരുടെ അഗ്രികൾച്ചർ ഡിസ്ട്രോയ് ആവും. അതുപോലെ തന്നെ അവരുടെ ഇൻലൈൻ ഫാമിംഗ് വലിയ രീതിയിൽ പ്രശ്നമാവും. ഇത് ബംഗ്ലാദേശിന് ഒരു കൺസേൺ ഉണ്ട്. പക്ഷെ ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കൺസേണുകൾ നമുക്ക് നോക്കാം. ഇന്ത്യയും ചൈനയും എടുത്തു നോക്കുക. ചൈന എന്ന് പറയുന്ന രാജ്യം ഏകദേശം 15 രാജ്യവുമായിട്ടാണ് അവർക്ക്
എപ്പോഴും ഈ ടെൻഷനുള്ളത്. അതായത് ചൈനയും റഷ്യയുമായിട്ട് അതിർത്തി പ്രശ്നമുണ്ട്, ചൈനയും ഇന്ത്യയുമായിട്ട് അതിർത്തി പ്രശ്നമുണ്ട്. അങ്ങനെ ചൈന ഏതെല്ലാം രാജ്യമായിട്ട് ഒരു മില്ലിമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ആ രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമുള്ള രാജ്യമാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു പുതിയൊരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ യുദ്ധം തുടങ്ങുമ്പോൾ ഇതൊരു വെപ്പണായി കരുതി കൊണ്ടുവന്ന് ആ ഡാം കംപ്ലീറ്റ് ആയിട്ടും തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതേ അരുണാചൽ പ്രദേശും നമ്മുടെ അതിന്റെ ചുറ്റുമുള്ള പല സംസ്ഥാനങ്ങളും ഫ്ലഡ് വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീടുകളും ലക്ഷക്കണക്കിന് മരണങ്ങളും സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ വഴിയിലൂടെ പോകുന്ന നമ്മുടെ ആർമീനെയും കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാനും ആർമി വെഹിക്കിൾ വെപ്പൺ ഇത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും നശിപ്പിക്കാൻ വേണ്ടിയും ഇതേ ചൈനയ്ക്ക് ഇതൊരു വെപ്പണായും ഉപയോഗിക്കാം. ഇതും നമ്മുടെ പ്രധാന കൺസേൺ ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കിയിട്ട് ഇന്ത്യ ഇതിന് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എവിടെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാന കാര്യമാണ്. അതായത് ഹിമാലയ ആ ബോർഡർ റേഞ്ചിലാണ് നമ്മൾ ഈ ചൈന നിർമ്മിക്കാൻ പോകുന്നത് എന്ന് അനൗൺസ്മെന്റ് നൽകിയിരിക്കുന്നത്. 2010 തൊട്ട് ചൈന പറയുന്നതാണ് അതായത് ഇത് നിർമ്മിക്കുമെന്ന്. അതായത് 2010 തൊട്ട് അവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. പക്ഷെ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഹിമാലയ എന്ന് പറയുന്ന ആ ഒരു മല നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു റേഞ്ചിൽ കൂടുതലായിട്ടും ഹൈ എർത്ത് പ്രോൺ സോൺ ആണ്. അതായത് അവിടെ കൂടുതലായിട്ടും ഈ ഭൂമികുലുക്കം സംഭവിക്കുന്ന ഒരു റീജിയൻ ആണ്. ഇതുകൊണ്ട് എന്താണ്, അതായത് നല്ലൊരു ഡാം നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഡാം കൊളാപ്സ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത്, ഡാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡാമിന്റെ നിർമ്മാണ പ്രോസസ്സിൽ തന്നെ ഇങ്ങനെ ഭൂമികുലുക്കം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കെട്ടി പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം അതും അത്ര വലിയൊരു പ്രശ്നമാണ്. ഇത് മാത്രമല്ല, അതായത് ഈ ഒരു റേഞ്ചിലുള്ള മൗണ്ടൻസ് എല്ലാം തന്നെ അത്രമാത്രം അതായത് എപ്പോഴും ഒരു റോക്ക് ബ്രോക്ക് കാരണമാണ്. അതായത് എപ്പോഴും റോക്ക് ഇങ്ങനെ അടർന്നടർന്ന് താഴോട്ട് പോകും. കാരണം മലപ്രദേശം തന്നെ കംപ്ലീറ്റ് ആയിട്ടും അതായത് ഈ റോക്ക് എപ്പോൾ വേണേലും അടർന്നു പോകുന്ന ആ ഒരു ടൈപ്പുള്ള റോക്സ് ആണ് ഹിമാലയയിൽ കണ്ടുവരുന്നത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചൈനയുടെ അടുത്ത് ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ചൈനയാണ് ടെക്നോളജി വെച്ചും അവർ എങ്ങനെയും അതായത് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നിർമ്മിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞാലും ഇത് എർത്ത് ഉള്ളത് തന്നെ ഈ ഡാം അത്രമാത്രം പോസിബിൾ അല്ല. കൂടുതൽ വെള്ളം അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിനെ ഒരു മരുഭൂമി ആക്കണമെങ്കിൽ അതും ചൈനയ്ക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഫുൾ ആയിട്ടും വെള്ളം കൊണ്ടുവന്ന് അവിടെ ജനങ്ങളെ നശിപ്പിക്കാനാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് വെപ്പണാണ് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചൈനയ്ക്ക് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ചൈനയ്ക്ക് മറ്റ് പല ഗ്രീൻ സോഴ്സ് എനർജിയും ഉണ്ട്. അതെല്ലാം ചൈനയ്ക്ക് ഓൾറെഡി സെക്യൂർഡ് ആണ്. അല്ലാണ്ട് ചൈനയ്ക്ക് ഈ ഒരു എനർജി സോഴ്സ് വേണമെന്ന് ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ ഏകദേശം 137 ബില്യൺ ആണല്ലോ ചൈന പറഞ്ഞത്. അതിന്റെ പകുതിയോളം 50 ബില്യണോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അരുണാചൽ പ്രദേശ് ആ ബോർഡറിൽ ഇതേപോലെ തന്നെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാം നമ്മളവിടെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ നിർമ്മിക്കുകയാണെങ്കിൽ അതായത് ഒരു ഡാം തുറന്നു വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 70% അറ്റാക്കുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡാം അവിടെ തുറന്നു വിട്ടു എന്ന് നമുക്കൊരു എയർലി വാർണിംഗ് സിസ്റ്റം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഡാമിന്റെ കുറെ വെള്ളങ്ങൾ നമ്മൾ ഒഴിവാക്കി ഈ ഡാമിൽ കൊണ്ടുവന്ന് കുറെ വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഡാമേജ് നമുക്ക് അതായത് വരുത്താത്ത വിധത്തിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ഇന്ത്യ ഡാം നിർമ്മിക്കുന്നത് അവർ താല്പര്യപ്പെടുന്നില്ല. അവരത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യ കുറെ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. വൺസ് ചൈന ഇത് നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴോ മനസ്സിലാവുള്ളൂ. അത് പെട്ടെന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് അതായത് ചൈന അത്ര ക്രെഡിബിൾ ഉള്ള ഒരു രാജ്യമൊന്നുമല്ല. എപ്പോൾ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ട് അരുണാചലുള്ള പ്രദേശിലുള്ള ജനങ്ങൾ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യക്കും കുറേയധികം ലാഭങ്ങളുണ്ട്. ഒന്ന്, നമുക്കും ഇലക്ട്രിസിറ്റി അവിടെ ഉൽപാദനം ചെയ്യാം. രണ്ടാമത്തത്, വെള്ളം കൃത്യമായി നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള അഗ്രികൾച്ചറിന് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തത്, അതായത് ഇങ്ങനൊരു ഡാം അവിടെ തുറന്നു വിടുകയാണ് എന്നുള്ളൊരു ചെറിയ സൂചന നമുക്ക് എന്തെങ്കിലും രീതിയിൽ കിട്ടുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ കൂടുതൽ വെള്ളം അതായത് തുറന്നു വിട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാനും പറ്റും. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്? ഇന്ത്യ ഇതിന് ഏകദേശം 1 ട്രില്യൺ ഇന്ത്യൻ റുപ്പി നമ്മൾ അലോക്കേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ പെർമിഷൻ എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ചൈനയിൽ ഈ പ്രശ്നമില്ല. അത് ഡാം നിർമ്മിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് നിർമ്മിക്കും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല, ഒരു ജനാധിപത്യമാണ്. അതുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇന്ത്യക്ക് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇതിനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ബംഗ്ലാദേശാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.